ഞാൻ എൻ്റെ വിപ്പിംഗ് ക്രീം റീസ്റ്റോക്ക് ചെയ്യുന്നൊരു വീഡിയോ ഇട്ടപ്പോൾ ഇൻസ്റ്റയിൽ കുറച്ച് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ക്രീമിൻ്റെ ഡീറ്റെയിൽസ് പറയുമെന്ന് ചോദിച്ചിട്ട്. പിന്നെ വേറൊരു മെസ്സേജ് ഉണ്ടായിരുന്നു ഫ്രീസറിൽ ഇനി സ്ഥലം ഉണ്ടോയെന്ന് ചോദിച്ചിട്ട്. ഫ്രീസറിൽ ഇത്രയൊക്കെ തന്നെ സ്ഥലം ഉണ്ടാവുള്ളൂ കേട്ടോ, മൊത്തം വിപ്പിംഗ് ക്രീം തന്നെ ആയിരിക്കും, കാരണം ഇത് ഫ്രീസറിലേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഫ്രീസറിൽ സ്റ്റോർ ചെയ്താലും ഇത് നമ്മൾ സാധാരണ ക്രീം പോലെ ഐസായിട്ട് വരില്ല കേട്ടോ, ലിക്വിഡ് ഫോമിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക ഫ്രീസറിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിലും. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇത് മെൽറ്റ് ആവില്ല. നമ്മൾ കേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് മെൽറ്റ് ആവുന്ന പ്രശ്നമില്ല. പ്രത്യേകിച്ച് എൻ്റെ കേസിൽ ഞാൻ തിരൂർ സ്കൂളിലേക്കുള്ള ഓർഡറൊക്കെ ആണെങ്കിൽ രാവിലെ ഒരു 6:30 ആകുമ്പോഴേക്കൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങും. പിന്നെ ഈവനിങ് ടീച്ചേഴ്സ് വീട്ടിലൊക്കെ എത്തിക്കഴിഞ്ഞാലേ അവർ ഫ്രിഡ്ജിലേക്ക് വെക്കുകയുള്ളൂ. അത്രയും സമയം അത് സ്റ്റാഫ് റൂമിൽ ഇരുന്നാലും ഒരു കുഴപ്പവും ഉണ്ടാവില്ല കേട്ടോ, മെൽറ്റ് ആവുന്ന ഒരു പ്രശ്നം വരില്ല. നമുക്ക് എത്ര നേരം വേണമെങ്കിലും നമ്മൾ സെറ്റായി കഴിഞ്ഞാൽ പിന്നെ അത് മെൽറ്റ് ആവുന്ന ഒരു വിഷയമേ വരില്ല. പിന്നെ ഇതിൻ്റെ റേറ്റ് കുറച്ച് കൂടുതലാണ്. നമ്മൾ സാധാരണ കിട്ടുന്ന ക്രീമിൻ്റെ ഒരു 75% ഒക്കെ കൂടുതലാണ്. 364 ആണ് ഇതിൻ്റെ MRP വരുന്നത്. പിന്നെ നമ്മൾ ബൾക്കായിട്ട് എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് കിട്ടും. പിന്നെ ഇത് എവിടെ കിട്ടുക എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ഫ്ലേവർ മാർട്ടിലാണ് കേട്ടോ ഇതുണ്ടാവുക. അതുതന്നെ അവരോട് നേരത്തെ പറഞ്ഞിടണം, കാരണം ഇത് അധികം ആരും വാങ്ങാത്ത ക്രീമായതുകൊണ്ട് നേരത്തെ പറഞ്ഞിട്ടാലേ അവർ നമുക്ക് സ്റ്റോക്ക് എത്തിക്കാറുള്ളൂ.